ഓസ്കറിനെ പറ്റിയാണല്ലോ പറഞ്ഞു വന്നത്. മറ്റൊരു ഓസ്കറിനെ പറ്റി കൂടി പറയാം. 20 വർഷം മുൻപ് 2003 മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഓസ്കർ നേടിയത് മൈക്കൽ മൂർ ആയിരുന്നു. ബോളിംഗ് ഫോർ കൊളംബൈൻ എന്ന ഡോക്യുമെൻ്ററിക്ക് ആ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹം ചെയ്ത പ്രസംഗം മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. On behalf of our producers, Kathleen Glynn and Michael Donovan from Canada, I'd like to thank the Academy for this. I've invited my fellow documentary nominees on the stage with us, and we would like to, they are here in solidarity with me because we like nonfiction. We like nonfiction and we live in fictitious times. We live in a time where we have fictitious election results that elects a fictitious president. We live in a time where we have a man sending us to war for fictitious reasons. എൻ്റേത് ഡോക്യുമെൻ്ററിയാണ്, കെട്ടുകഥയല്ല എന്ന്. പക്ഷെ ഇന്ന് എങ്ങും കള്ളമാണ്. കള്ളത്തരത്തിൽ ജയിച്ച പ്രസിഡന്റ്, അയാൾ നമ്മെ കള്ളം പറഞ്ഞ് യുദ്ധത്തിലേക്ക് നയിക്കുകയാണ് എന്ന്. മൈക്കൽ മൂർ ഇങ്ങനെ തുറന്ന് ശകാരിക്കുന്ന പ്രസിഡന്റ് ആരാണ്? അയാളുടെ പേര് ജോർജ് W. ബുഷ്. ഈ പ്രസംഗം മൈക്കൽ മൂർ നടത്തുന്നത് 2003 ഇറാഖ് അധിനിവേശത്തിൻ്റെ വർഷം. കള്ളം പറഞ്ഞുകൊണ്ടുള്ള ഈ യുദ്ധത്തിന് നാം എതിരാണെന്ന് മൂർ പ്രഖ്യാപിക്കുമ്പോൾ സദസ്സ് കൂവി. അദ്ദേഹത്തിന് വേദി വിടേണ്ടി വന്നു. We are against this war, Mr. Bush. Shame on you, Mr. Bush. Shame on you. And anytime you've got the Pope and the Dixie Chicks against you, your time is up. Thank you very much. അവർ മൂറിനെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. പിന്നീട് വധഭീഷണി വരെ ഉണ്ടായി. പക്ഷേ അദ്ദേഹം പറഞ്ഞതാണ് സത്യമെന്നും ബുഷും കൂട്ടരും നുണയാണ് പറഞ്ഞതെന്നും പിന്നീട് ലോകമറിഞ്ഞു. 15 വർഷത്തിന് ശേഷം 2018 മറ്റൊരു പുരസ്കാര വേദിയിൽ മൈക്കൽ മൂർ ആ പഴയ പ്രസംഗം പൊടി തട്ടിയെടുത്ത് മുഴുവൻ വായിച്ചപ്പോൾ കൂവാൻ ആളുണ്ടായിരുന്നില്ല. സത്യത്തിന് ജയിച്ചല്ലേ പറ്റൂ. 2003 മൈക്കൽ മൂറിനെ പിന്തുണക്കാൻ മാധ്യമങ്ങളും ഉണ്ടായിരുന്നില്ല. കാരണം ഇറാഖ് യുദ്ധം തന്നെ നുണകൾക്ക് മേൽ കെട്ടിപ്പൊക്കിയതായിരുന്നു. ജനങ്ങൾ ആ നുണകളാണ് വിശ്വസിച്ചത്. വാസ്തവത്തിൽ ഇറാഖിനെ ആക്രമിക്കാൻ നേരത്തെ പദ്ധതി ഉണ്ടായിരുന്നു. അതിന് സെപ്റ്റംബർ 11 ഭീകരാക്രമണം ഒഴികഴിവാക്കി. ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈന് അൽ ഖായിദയുമായി ബന്ധമുണ്ടെന്ന കള്ളം പ്രചരിപ്പിച്ചു. പറഞ്ഞുണ്ടാക്കിയ മറ്റൊരു കള്ളമായിരുന്നു സദ്ദാം ആണവായുധം, രാസായുധം, ജൈവായുധം തുടങ്ങിയ കൂട്ടനശീകരണായുധങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് എന്നത്. മൈക്കൽ മൂർ ബുഷിനെ നുണയൻ എന്ന് വിളിച്ചത് വെറുതെയല്ല. ഇതാ ഒരു നുണ. സദ്ദാം ആഫ്രിക്കയിൽ നിന്ന് യുറേനിയം വാങ്ങാൻ ശ്രമിച്ചതായി ബ്രിട്ടീഷ് സർക്കാരിന് വിവരമുണ്ട് എന്ന്. The British government has learned that Saddam Hussein recently sought significant quantities of uranium from Africa. Our intelligence sources tell us that he has attempted to purchase high-strength aluminum tubes suitable for nuclear weapons production. Saddam Hussein has not credibly explained these activities. He clearly has much to hide. The dictator of Iraq is not disarming. To the contrary, he is deceiving. സദ്ദാം ചതിയനാണെന്ന്. പക്ഷേ എല്ലാവരെയും ചതിച്ചത് ഈ ബുഷും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറുമായിരുന്നു. ഈ പ്രസംഗം യുദ്ധത്തിന് 6 മാസം മുൻപായിരുന്നു. അതിനും 4 മാസം മുൻപത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടാണ് ഇത്. സദ്ദാം ബോംബുണ്ടാക്കുന്നു എന്ന് ആണവോർജ ഏജൻസി IAEA സാക്ഷ്യപ്പെടുത്തിയതായി ബുഷ് പറഞ്ഞിരുന്നു. ബുഷ് പറഞ്ഞത് ശരിയല്ലെന്ന് IAEA വ്യക്തമാക്കി. തങ്ങൾ നുണ പറഞ്ഞതായി ബ്ലെയർ പിൽക്കാലത്ത് സമ്മതിച്ചു. അത് രഹസ്യാന്വേഷകർക്ക് പറ്റിയ അബദ്ധമായിരുന്നത്രേ. സത്യത്തിൽ എല്ലാവരും കള്ളം പറയുകയായിരുന്നു. ഇതാ IAEA വക്താവ്. The British government has learned that Saddam Hussein recently sought significant quantities of uranium from Africa. Well, it wasn't true. Saddam Hussein had not gotten his hands on any quantities of uranium from the African nation of Niger or from any other country. The information was based on a forgery. സദ്ദാമിനെതിരെ തെളിവില്ലെങ്കിലും ഇറാഖിനെ ആക്രമിക്കണമെന്ന്
ബുഷും ബ്ലെയറും കാലെ കൂട്ടി തീരുമാനിച്ചിരുന്നു എന്ന് പിൽക്കാല റിപ്പോർട്ട്. US പ്രതിരോധ സെക്രട്ടറി റംസ്ഫെൽഡ് പറഞ്ഞു, സദ്ദാമിന് ആണവായുധമില്ല എന്ന് UN പരിശോധകർ പറഞ്ഞാലും ഉണ്ടെന്ന്. We know they have weapons of mass destruction. We know they have active programs. There isn't any debate about it. So the idea that if you had an appropriate inspection regime, that they'd come back and say you were wrong is so far beyond anyone's imagination that it's not something I think about. നോക്കൂ എത്ര കൂളായിട്ടാണ് കള്ളം പറഞ്ഞത്. US വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന കോളിൻ പവലിനെ കൊണ്ട് UN രക്ഷാസമിതിയിൽ ഇതേ കള്ളം വായിപ്പിച്ചു. താനത് വായിക്കില്ലെന്ന് പവൽ അതിനു മുൻപ് പലതവണ പറഞ്ഞു നോക്കിയത്രേ. The gravity of this moment is matched by the gravity of the threat that Iraq's weapons of mass destruction pose to the world. Let me now turn to those deadly weapons programs and describe why they are real and present dangers to the region and to the world. This is evidence, not conjecture. This is true. This is all well documented. Less than a teaspoon. തനി കള്ളമാണ് മതിയായ രേഖ തെളിവായുണ്ടെന്ന് പറഞ്ഞ് UN-ൽ ബോധിപ്പിച്ചത്. സദ്ദാമിന്റെ പക്കൽ ജൈവായുധമുണ്ടെന്ന ഈ നുണ ഒരു ഇറാഖി വിമതൻ കെട്ടിച്ചമച്ചതായിരുന്നു. സദ്ദാമിനെ ഒഴിവാക്കി കിട്ടാനാണ് താൻ അത് ചെയ്തത് എന്ന് പിന്നീട് അയാൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. പവലും പിന്നീട് ഖേദമറിയിച്ചു. സദ്ദാം വിരോധിയായ റാഫിദ് അൽവാൻ അൽ ജനാബി തട്ടിക്കൂട്ടിയ നുണയായിരുന്നു അമേരിക്ക UN രക്ഷാസമിതിയിൽ വരെ ആവർത്തിച്ചത് എന്ന് അൽ ജനാബി പിന്നീട് ഏറ്റുപറഞ്ഞു. പക്ഷേ 2003-ൽ യുദ്ധത്തിന് ആ നുണയായിരുന്നു ഒരു ന്യായം. Mr. Bush, when are you going to apologize for the million Iraqis that are dead because you lied? You lied about weapons of mass destruction. You lied about connections to 9/11. You lied about Iraq being a threat. You sent me to Iraq. You sent me to Iraq in 2003. My friends are dead. Joshua Castile. You killed people. You lied. You lied about WMD. A million Iraqis are dead because you lied. My friends are dead because you lied. You need to apologize. കോളിൻ പവൽ UN-ൽ കള്ളം പറയുന്നതിന് മുൻപ് ബ്രിട്ടനിൽ ബ്ലെയറുടെ പ്രചാരണ ഉദ്യോഗസ്ഥൻ അലസ്റ്റെയർ ക്യാമ്പൽ സദ്ദാമിൻ്റെ ആയുധങ്ങളെ പറ്റിയുള്ള രഹസ്യ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കൊടുത്തു. വാസ്തവത്തിൽ അത് അപ്പടി നുണയായിരുന്നു. ഒരു വിദ്യാർത്ഥിയുടെ പഴയ പ്രബന്ധത്തിൽ നിന്ന് മോഷ്ടിച്ച കുറേ വാചകങ്ങൾ. So I searched around the other articles that I'd read on Iraq's organisations, its military and security organisations, and realised that large sections of the British government's dossier were actually copied from here. An article last September in a small journal, the Middle East Review of International Affairs. Its author, Ibrahim Al-Marashi, a postgraduate student from Monterey in California. നുണകളുടെ വലിയ കൂമ്പാരത്തിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് ഇതെല്ലാം. സദ്ദാമിൻ്റെ പക്കൽ കൂട്ടനശീകരണായുധം ഇല്ലായിരുന്നു. അൽ ഖായിദയുമായി അദ്ദേഹത്തിന് ബന്ധവുമില്ലായിരുന്നു. പക്ഷേ ആ നുണകൾ ചോദ്യം ചെയ്യാനോ പരിശോധിക്കാനോ അന്ന് മാധ്യമങ്ങൾ തയ്യാറായില്ല. നിർണായക സമയത്ത് ചോദ്യം ഉന്നയിക്കുന്നില്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് എന്തർത്ഥം? 2004 ജനുവരിയിൽ US ആയുധ പരിശോധകൻ ഡേവിഡ് കെ ആവർത്തിച്ചു ഇറാഖിൽ ആയുധങ്ങളില്ല എന്ന്. It turns out we were all wrong, probably in my judgment, and that is most disturbing. We are also in a period in which we've had intelligence surprises in the proliferation area that go the other way. വർഷം 20 കഴിഞ്ഞു. ഇതിനകം നുണകൾ പൊളിഞ്ഞു. യുദ്ധകാലത്ത് മാധ്യമങ്ങൾ ഔദ്യോഗിക നുണകളുടെ ഉച്ചഭാഷിണികളായെന്നും വെളിപ്പെട്ടു. ബ്രിട്ടീഷ് മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും ഇതിന് ഉത്തരവാദികളാണ്. 45 മിനിറ്റ് കൊണ്ട് സദ്ദാം ബോംബിടും എന്ന് പേടിപ്പിക്കുമ്പോൾ ജനം പേടിക്കുമല്ലോ. അവർ പറയും എങ്കിൽ എത്രയും വേഗം അയാളുടെ കഥ കഴിക്കണം എന്ന്. വ്യാജ പ്രചരണം ഫാഷിസ്റ്റ് രാജ്യങ്ങളിൽ മാത്രമല്ല ജനാധിപത്യ രാജ്യങ്ങളിലും മാധ്യമങ്ങൾ നടത്തുന്നു എന്ന് വ്യക്തമായി. കോളിൻ പവലിൻ്റെ നുണകളെ വാഷിംഗ്ടൺ പോസ്റ്റ് സ്വാഗതം ചെയ്തത് അനിഷേധ്യം എന്ന് പറഞ്ഞാണ്. മാധ്യമങ്ങൾ തന്നെ അന്യായ യുദ്ധം ചെയ്യുകയായിരുന്നു. കൂട്ടനശീകരണായുധങ്ങളല്ല, മാധ്യമങ്ങളിലൂടെ കൂട്ട നുണബോംബുകളാണ് നാശം വിതറിയത്. കൂലി എഴുത്തുകാർ വരെ അക്കൂട്ടത്തിലുണ്ടായി. യുദ്ധവെറിയന്മാർ, ജനാഭിപ്രായം വളച്ചെടുത്തവർ. അവർ ചെയ്തു കൂട്ടിയതിൻ്റെ ദുരന്ത ഫലം കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നു. അതെ, സത്യാനന്തര കാലത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇറാഖ് യുദ്ധം. മാധ്യമങ്ങൾ പരാജയപ്പെട്ട സമയം. Saddam Hussein recently sought significant quantities of uranium from Africa. There is no doubt
that Saddam Hussein now has weapons of mass destruction. Weapons of mass destruction. Botulinum, VX, sarin, nerve agent. Iraq and Al-Qaeda. Iraq and Al-Qaeda. Terrorism, cyber attacks, Nuclear program. Biological weapons. cruise missiles, ballistic missiles. Chemical and biological weapons. Iraq has weapons of mass destruction. നേതാക്കൾ നുണ പറഞ്ഞു, മാധ്യമങ്ങൾ അത് ഏറ്റുപറഞ്ഞു. And in many ways, the U.S. news media were equal partners with the officials in Washington and on Capitol Hill in setting the agenda for war. We'll take you there. And although it's called the liberal media, one has a great deal of difficulty finding an example of major media outlets in their reporting challenging the way in which the agenda setting for war is well underway. യുദ്ധം വേണമെന്ന് പറയുന്നവരെ കൊണ്ട് മാധ്യമ ഡെസ്കുകൾ അന്ന് നിറഞ്ഞു. NBC News just hired Stephen Hayes. I was strongly in favor of the war in Iraq. Stephen Hayes is the guy who published the seminal book amplifying the central lie that Saddam Hussein and Al-Qaeda were working together. ഭരണകർത്താക്കളും മാധ്യമങ്ങളും തെറ്റുവരുത്തിയപ്പോൾ അത് ചൂണ്ടിക്കാട്ടാനുണ്ടായത് മുൻതദർ സെയ്ദിയെ പോലുള്ള ഒറ്റപ്പെട്ട റിപ്പോർട്ടർമാർ. كنت ألبسها على باستمرار. كانت لها مواقف مثل ما تقول، هي كانت كثير من أزور ضحايا المناطق المهدمة، أماكن عبث المحتل بشعبنا وببلدنا. وهاي الصورة تبقى. ഷൂ എയർ ഫെയിം മുൻതദർ സെയ്ദി കഴിഞ്ഞയാഴ്ച TRTക്ക് നൽകിയ അഭിമുഖം ഇതാ. قدر يقول لهذا المتغطرس بكل قوته وجبروته وما يملك من سلاح وإعلام ومال ونفوذ، إنه يقول له لا، أنت خطأ، أنت قتلت شعب كامل، أنت غيرت مصائر بلدان، سواء العراق، سواء أفغانستان، لبنان، سوريا، في كل المنطقة. നുണയനെന്ന് ഉറക്കെ വിളിച്ച് ബുഷിനെ ഷൂ കൊണ്ടെറിഞ്ഞ ഈ ഇറാഖി റിപ്പോർട്ടർ കോടിക്കണക്കിന് ഇരകളുടെ വികാരമാണ് പ്രകടിപ്പിച്ചത്. ഇതാ യുദ്ധത്തിനയക്കപ്പെട്ട മറ്റൊരു അമേരിക്കൻ പട്ടാളക്കാരനും ബുഷിനെ ഒരു വിരുന്നിൽ വെച്ച് ശകാരിക്കുന്നു. Mr. Bush, when are you going to apologize for the million Iraqis that are dead because you lied? You lied about weapons of mass destruction. You lied about connections to 9/11. You lied about Iraq being a threat. You sent me to Iraq. You sent me to Iraq. മൈക്കൽ മൂറിന് പോലും യുദ്ധവിരുദ്ധ പ്രസംഗം പൂർത്തിയാക്കാൻ 15 വർഷം കാത്തിരിക്കേണ്ടി വന്നു. And fight the power. Make your voice heard and stop this senseless war. Thank you and good night. And that was the end. പക്ഷേ യുദ്ധം സാധാരണക്കാർക്ക് ദുരിതമാണെങ്കിലും ഒരു ചെറു ന്യൂനപക്ഷത്തിന് ഇത് അധികാരത്തിലേക്കും സമ്പത്തിലേക്കുമുള്ള വഴിയാണ്. ഇറാഖ് അധിനിവേശം നമ്മെ എന്തെങ്കിലും പഠിപ്പിച്ചോ? ചുറ്റും നോക്കുമ്പോൾ അറിയാം, ഇല്ല എന്ന്. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media@mediaonetv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ സന്ദർശിക്കുക mediaoneonline.com, facebook.com/m1mediascan.